നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 151ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും നിർമ്മാതാവും സംവിധായകനുമൊക്കെയായ ശ്രീ ഭരണിക്കാവ് ശിവകുമാറിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി ഗാനങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാൻ കഴിയും. ഞാനൊരൊറ്റ തവണയെ അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് അതിഥിയായി വന്നപ്പോൾ അദ്ദേഹത്തെ അങ്ങോട്ട് കയറി പരിചയപ്പെടുകയായിരുന്നു. ഹൃദ്യമായ സംസാരം, സ്നേഹപൂർണമായ വാക്കുകൾ. അദ്ദേഹത്തെ കണ്ട് കുറച്ച് നാൾ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് തന്നെ ഇവിടെ പറയുന്നത്. അധ്യാപകനായും എഴുത്തുകാരനായും ഗാനരചയിതാവായും ഒരു ബഹുമുഖ പ്രതിഭ തന്നെയാണ് അദ്ദേഹം. ആകെ 15 മിനിറ്റാണ് അദ്ദേഹവുമായി സംസാരിക്കാൻ ഇടവന്നത്. ആ സംസാരം ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഓർമ്മയുടെ ചെന്തയിൽ രാഗിത്തെളിഞ്ഞ ഒരു ശില്പം പോലെയാണ് ശ്രീ ഭരണിക്കാവ് ശിവകുമാർ. ഞങ്ങളുടെ നാട്ടിലെ കുഞ്ചിലുള്ള ദേവീക്ഷേത്രത്തെ ഉത്സവത്തിന് വന്ന് പ്രസംഗമൊക്കെ കഴിഞ്ഞ് സ്റ്റേജിന് പുറത്തിറങ്ങിയ ശേഷം അദ്ദേഹവുമായി പലരും സംസാരിച്ച് നിൽക്കുന്നു. അതിനിടയിലാണ് ഞാൻ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെട്ട്, ഞാൻ ശരവൺ മഹേശ്വർ, എനിക്ക് മനസ്സിലായില്ല, ഞാൻ ചെറിയൊരു എഴുത്തുകാരനാണ്. ഇപ്പോൾ മനസ്സിലായി, അല്പം സംസാരിക്കണമെന്നുണ്ട്, ഞാൻ വരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് അവരുമായിട്ടൊക്കെ സംസാരിച്ച ശേഷം കണ്ട് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിൻ്റെ എഴുത്തിനെപ്പറ്റിയും ഒക്കെ വളരെ ചെറിയ തോതിൽ സംസാരിച്ചു. ഞങ്ങൾ കണ്ട് പിരിയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. കാലമൊക്കെ എത്ര മാഞ്ഞാലും, കാലമൊക്കെ എത്രയോ കടന്നു പോയാലും ഞാനെഴുതിയ ചില ഗാനങ്ങളെങ്കിലും ഈ ഭൂമിയിൽ കാണുമല്ലേ എന്നെന്നോട് ചോദിച്ചപ്പോൾ